സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഇടയ്ക്കൽ ഗുഹയിലേക്കൊരു യാത്ര പോകുകയാണ്. ചരിത്രവും നിഗൂഢതയും തേടി വയനാടിന്റെ പച്ചപ്പിലൂടെ മഞ്ഞുപുതച്ച പാതകളിലൂടെ നമ്മുടെ വണ്ടി നീങ്ങുമ്പോൾ മനസ്സൽപ്പം ആകാംക്ഷയിലാണ്. കാരണം നമ്മൾ പോകുന്നത് വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കല്ല, മറിച്ച് മനുഷ്യരാശിയുടെ തന്നെ ശൈശവകാലം കൊത്തിവെച്ച ഒരു മഹാത്ഭുതത്തിലേക്കാണ്. സുൽത്താൻ ബത്തേരിക്കടുത്ത് അമ്പുകുത്തി മലയുടെ താഴവാരത്തിൽ നമ്മൾ എത്തുമ്പോൾ സമയം പുലർച്ചെ 8 മണി. വായുവിൽ കാപ്പിയുടെയും ഏലത്തിന്റെയും നറുമണം കലർന്നിരിക്കുന്നു. അമ്പുകുത്തിമലയുടെ ഉച്ചിയിലുള്ള ആ കൂറ്റൻ ശിലകളെ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യം തോന്നും. ഇടയ്ക്കൽ എന്ന വാക്കിനർത്ഥം ഇടയിലുള്ള കല്ല് എന്നാണ്. 2 കൂറ്റൻ പാറകൾക്കിടയിൽ മറ്റൊരു വലിയ പാറ വന്നടിഞ്ഞു രൂപപ്പെട്ട ഒരു സ്വാഭാവിക ഗുഹ. പ്രകൃതി തന്നെ ഒരുക്കിയ ഈ വിസ്മയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ 5000 വർഷങ്ങൾക്ക് പുറകിലേക്ക് നടക്കുകയാണെന്ന തോന്നൽ വായനക്കാരായ നിങ്ങൾക്കും അനുഭവപ്പെടും. ഇടുങ്ങിയ പാതകളിലൂടെ, കുത്തനെയുള്ള കയറ്റങ്ങളിലൂടെ നമുക്ക് പതുക്കെ നീങ്ങാം. വഴിനീളെ കാണുന്ന ചെറിയ അരുവികളും പക്ഷികളുടെ കളകൂജനവും നമ്മെ സ്വാഗതം ചെയ്യുകയാണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റമാണ് നമ്മെ കാത്തിരിക്കുന്നത്. കോൺക്രീറ്റ് പാകിയ റോഡാണെങ്കിലും കയറ്റം അല്പം ആയാസകരമാണ്. ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ കാപ്പിത്തോട്ടങ്ങൾ. ഇടയ്ക്ക് കാണുന്ന ചെറിയ നാടൻ കടകളിൽ നിന്ന് നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാം. യാത്ര തുടങ്ങുന്നതിനു മുൻപേ ഗൈഡ് പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നു. ഇത് വെറുമൊരു മലയല്ല, ഇതൊരു പുസ്തകമാണ്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും നമ്മൾ ചരിത്രത്തിന്റെ ഓരോ താളുകൾ മറിക്കുകയാണ്. കാലാവസ്ഥ ഇന്ന് വളരെ അനുകൂലമാണ്. കഠിനമായ വെയിലില്ല, പകരം ഇടയ്ക്ക് മേഘങ്ങൾ സൂര്യനെ മറച്ച് നമ്മെ തണുപ്പിക്കുന്നു. മല കയറുമ്പോൾ ശ്വാസം അല്പം കിതയ്ക്കുന്നുണ്ടെങ്കിലും ചുറ്റുമുള്ള പ്രകൃതിയുടെ വശ്യത ആ ക്ഷീണമകറ്റുന്നു. മലമുകളിലേക്ക് നോക്കിയാൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ആ വലിയ പാറക്കെട്ടുകൾ കാണാം. അവിടെയാണ് ലോകം മുഴുവൻ ആദരിക്കുന്ന ആ ശിലാലിഖിതങ്ങൾ കാത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഗുഹാ കവാടത്തിനടുത്തെത്തി. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ഈ പാറകൾ രൂപപ്പെട്ടതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ഇതൊരു യഥാർത്ഥ ഗുഹയല്ല, മറിച്ച് ഭൂമിയിലുണ്ടായ വിള്ളലുകൾ മൂലം രൂപപ്പെട്ട ഒരു ശിലാസങ്കേതമാണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ ഭൂകമ്പങ്ങളോ വഴിയായിരിക്കാം ഈ കൂറ്റൻ പാറകൾ ഇങ്ങനെ വിന്യസിക്കപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വീശുന്ന കാറ്റിന് ഒരു പ്രത്യേക താളമുണ്ട്. കല്ലുകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന കാറ്റ് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. ആ ശബ്ദങ്ങൾ പഴയകാല മനുഷ്യരുടെ പാട്ടുകളാണോ എന്ന് തോന്നിപ്പോകും. ഇവിടെ നിന്നാൽ താഴെ വയനാടൻ താഴ്വരയുടെ പൂർണ്ണ രൂപം കാണാം. വയനാടിന്റെ ഭൂപ്രകൃതിയെ ഇത്രത്തോളം മനോഹരമായി കാണാൻ കഴിയുന്ന മറ്റൊരിടമില്ല.